തിരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. സജി മഞ്ഞക്കടമ്പിലിന്റെ രാജിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. മോൻസ് ജോസഫ് MLA പാർട്ടിയിലെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു രാജി കൂടി സംഭവിച്ചിരിക്കുന്നത്. മോൻസ് ജോസഫ് കാരണമാണ് രാജിവെക്കുന്നത് എന്നായിരുന്നു സജി മഞ്ഞക്കടമ്പിലും പറഞ്ഞത്. സജി മഞ്ഞക്കടമ്പിലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉപേക്ഷിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രസാദ് ഉരുളികുന്നമാണ് പാർട്ടി വിട്ടുപോയിരിക്കുന്നത്. മോൻസ് ജോസഫ് MLA പാർട്ടിയിലെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പ്രസാദ് ഉരുളിക്കുന്നം പ്രതികരിച്ചിരുന്നു. സജി മഞ്ഞക്കടമ്പിലിന്റെ ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടായിരുന്നു പ്രസാദ് ഉരുളിക്കുന്നവും പാർട്ടി ഉപേക്ഷിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം അവശിഷ്ട മാണിക്കാരായി ജോസഫ് ഗ്രൂപ്പിൽ തുടരാനില്ലെന്നാണ് രാജിവെച്ച കോട്ടയം ജില്ലാ പ്രസിഡന്റായ സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയത്. ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സജി വ്യക്തമാക്കിയിരുന്നു. KM മാണിയുടെ ഉറ്റ അനുയായിയായിരുന്നു താനെന്നും CF ജോസഫ് ആവശ്യപ്പെട്ട പ്രകാരമാണ് PJ ജോസഫിനൊപ്പം നിന്നതെന്നും മാണി വിഭാഗം LDF പോയപ്പോൾ PJ ജോസഫിനെ ഇഷ്ടമായതുകൊണ്ട് UDF ഉറച്ചു നിന്നുവെന്നുമാണ് സജി പറഞ്ഞത്. മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴാണ് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത്. അപമാനിതനായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ആലോചിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് വരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. KM മാണിയുടെ ഓർമ്മദിനത്തിൽ പാലായിലെ കല്ലറയിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം. എന്നാൽ അതേസമയം തന്നെ വികാരത്തിന് അടിമപ്പെട്ടെടുത്ത തീരുമാനമാണെന്നും സജി മഞ്ഞക്കടമ്പിൽ തിരികെ വന്നാൽ സ്വീകരിക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് ചെയർമാനായ PJ ജോസഫ് പ്രതികരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചിരിക്കുന്നത്. കൂടാതെ UDF കോട്ടയം ജില്ലാ ചെയർമാൻ പദവിയും അദ്ദേഹം ഒഴിഞ്ഞു. എന്നാൽ സജിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും ആരെയും പിണക്കി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെയാണ് സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തിക്കൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിനും രംഗത്തെത്തിയിരുന്നത്. വരുന്നവർക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് റോഷി പറഞ്ഞിരുന്നു. സജി മികച്ച സംഘാടകനും രാഷ്ട്രീയക്കാരനുമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് സജിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം തന്നെ കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി സജീവ ചർച്ചയായി നിലനിർത്താനാണ് LDF ശ്രമിക്കുന്നത്. സജി കേരള കോൺഗ്രസ് എമ്മിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ സജിയെ പുകഴ്ത്തി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും പ്രതികരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സജിയെക്കുറിച്ച് മന്ത്രി റോഷിയുടെ ഈ വാക്കുകൾ. എല്ലാവർക്കും ഇടമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും റോഷി പറഞ്ഞിരുന്നതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ഇനി മടക്കമില്ലെന്ന് സജിയും വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ സജിയെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനായിരുന്നു മാണി വിഭാഗത്തിന്റെ നീക്കം. മന്ത്രി VN വാസവൻ അടക്കമുള്ള CPM നേതാക്കളും സജി മഞ്ഞക്കടമ്പിലിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അതേസമയം പ്രസാദ് ഉരുളിക്കുന്നാണെങ്കിലും മുൻപ് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിലാണെങ്കിലും മോൻസ് ജോസഫുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചിരിക്കുന്നത്. തന്നെ പലതവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ PJ ജോസഫിനെ കണ്ട് പരാതി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നോമിനേഷൻ സമയത്തും തന്നെ ഒഴിവാക്കിയെന്നും തനിക്ക് വരുന്ന കത്തുപോലും പാർട്ടി ഓഫീസിൽ നിന്ന് തനിക്ക് തരാറില്ല എന്നും സജി ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് UDF ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്ന് സജി വ്യക്തമാക്കിയത്. മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള UDF തിരിച്ചുപോയാൽ ദുരന്തമാകുമെന്നാണ് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയത്. എന്നാൽ സജിയുടെ രാജിയിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ. സജിയുടെ രാജി മുന്നണി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. ഈ വിഷയത്തിൽ അതൃപ്തിയുള്ളതായി കോൺഗ്രസ് PJ ജോസഫിനെ അറിയിക്കുകയും ചെയ്തതാണ്. നിലവിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയും മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കാതെ പരിഹരിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു നിലപാട്. എന്നാൽ പറഞ്ഞു തീർക്കാമായിരുന്ന പ്രശ്നങ്ങൾ ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം വഷളാക്കി എന്നാണ് കോൺഗ്രസിൽ വിമർശനം ഉന്നയിക്കുന്നത്. കൂടാതെ സജി മഞ്ഞക്കടമ്പിലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കങ്ങളും പാളിപ്പോയിരുന്നു.
കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കങ്ങളോട് സജി പ്രതികരിക്കാൻ തയ്യാറാകാത്തത് തന്നെയായിരുന്നു യഥാർത്ഥ പ്രശ്നം. തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ജില്ലാ ചെയർമാന്റെ രാജിയിൽ നടുങ്ങിപ്പോയ കോൺഗ്രസ് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും വഴങ്ങാതിരുന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മോൻസ് ജോസഫുമായി സഹകരിച്ചു പോകില്ല എന്ന് സജി നിലപാടെടുത്തതോടെയാണ് അനുനയ ചർച്ചകളെല്ലാം തന്നെ വഴിമുട്ടിയത്. PJ ജോസഫിനോട് ഫോണിൽ പോലും സംസാരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഒത്തുതീർപ്പ് നീക്കങ്ങളിൽ നിന്നെല്ലാം കോൺഗ്രസ് പിന്മാറിയത്. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ കാരണമായ സംഭവങ്ങളും സജി വ്യക്തമാക്കിയിരുന്നതാണ്. സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ പോലും തന്നെ അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞിരുന്നു. മോൻസ് ഗ്രൂപ്പായി പാർട്ടി അധപതിച്ചിരിക്കുന്നു, ആ പാർട്ടിയിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു സജിയുടെ തീരുമാനം. PJ ജോസഫിനെ പരാതി അറിയിച്ചിട്ട് നടപടി ഉണ്ടാകാതിരുന്നതും സജി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ PJ ജോസഫുമായും കോൺഗ്രസിലെ മറ്റൊരു നേതാക്കളുമായും തനിക്ക് ഒരു പിണക്കവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതേസമയം തന്നെ MLA മാർ കഴിഞ്ഞാൽ കോട്ടയത്തെ UDF നേതാക്കളിൽ പ്രധാനിയാണ് സജി മഞ്ഞക്കടമ്പിൽ. നേരത്തെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി സജി മഞ്ഞക്കടമ്പിലിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നതാണ്. സജി തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്ന PJ ജോസഫിന്റെ അനുനയത്തിൽ പിന്നീട് പിൻവാങ്ങുകയായിരുന്നു. ഫ്രാൻസിസ് ജോർജിനെ UDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതോടെ സജി മഞ്ഞക്കടമ്പിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിരുന്നതാണ്. പിന്നാലെയാണ് മാറ്റി നിർത്തുന്നു എന്ന തോന്നൽ സജിക്കുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് M ഉൾപ്പെടെ പല മുൻനിര പാർട്ടികളും തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം തന്നെ സജിയെ സ്വീകരിക്കുന്നതിൽ കേരള കോൺഗ്രസ് M ഭിന്നതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.